Good morning. Good morning, Miss. Good morning, ma'am. Good morning. Good morning, ma'am. Good morning, ma'am. Okay, നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെ വരെയാണ് എടുത്ത് നിർത്തിയത്? Key job responsibilities complete ആയില്ലേ? അത് കംപ്ലീറ്റ് ആയിരുന്നില്ലേ? ശരി. ഓക്കെ, അപ്പൊ നമ്മുടെ നെക്സ്റ്റ് ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ ഇൻ ഹോസ്പിറ്റൽ കേട്ടോ. അടുത്തൊരു സെക്ഷനിലേക്കാണ് പോകുന്നത്. വായിച്ചു നോക്കിയിരുന്നോ? ഈ ജോബ് റെസ്പോൺസിബിലിറ്റി ഒക്കെ ബാക്കി കഴിഞ്ഞ ക്ലാസ്സിലുള്ള പഠിച്ച കാര്യങ്ങളൊക്കെ വായിച്ചു നോക്കിയിരുന്നോ? ക്ലിയർ ആണോ? കിട്ടാത്തവരുണ്ടെങ്കിൽ ഒന്ന് 2-3 പ്രാവശ്യം ഒന്ന് റിപ്പീറ്റ് ചെയ്ത് വായിക്കാം കേട്ടോ, ബുദ്ധിമുട്ടുള്ള ഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ. ഓക്കെ, അപ്പൊ നോക്കിയേ, ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ ഇൻ ഹോസ്പിറ്റൽ നെക്സ്റ്റ് ഭാഗത്തേക്ക് പോവാണ്. ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ എന്താണ്, അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സുമായി ബന്ധപ്പെട്ട് അതും അതുപോലെ തന്നെ ക്വാളിറ്റി മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ നമ്മൾ ഓർഗനോഗ്രാം ഒക്കെ പഠിച്ചല്ലോ, അതുപോലെയാണ് സ്റ്റാഫിംഗ് ആണ് കേട്ടോ അടുത്തതായിട്ട് പഠിക്കുന്നത്. അപ്പോ ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ ഇൻ ഹോസ്പിറ്റൽ എന്താണെന്നുള്ളത് ചോദിക്കാറുണ്ട്. ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ ഈസ് പ്രോസസ് ഫോർ ഇംപ്രൂവിംഗ് patient containment and enhancing quality standards across the hospital of our country. എന്തായിരിക്കും ഒരു ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ പ്രോസസ് എന്ന് പറയുന്നത്? ഇസ് പ്രോസസ് ഫോർ ഇംപ്രൂവിംഗ് പേഷ്യന്റ് കണ്ടെയ്ൻമെന്റ് എന്ന് പറഞ്ഞാൽ പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ സംതൃപ്തി അത് ഇംപ്രൂവ് ചെയ്യുക അല്ലെങ്കിൽ മെച്ചപ്പെടുത്തുക. ആൻഡ് എൻഹാൻസിംഗ് ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് ഗുണനിലവാരവുമായി ബന്ധപ്പെട്ട മാനദണ്ഡങ്ങൾ എന്ത് ചെയ്യുക, മെച്ചപ്പെടുത്തുക. അക്രോസ് ദ ഹോസ്പിറ്റൽ ഓഫ് അവർ കൺട്രി, നമ്മുടെ രാജ്യത്തുടനീളമുള്ള ആശുപത്രികളിൽ എന്തൊക്കെ ഉയർത്തുക അല്ലെങ്കിൽ എന്തൊക്കെ മെച്ചപ്പെടുത്തുക എന്ന് പറയുന്നത്? ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് ഗുണനിലവാരവുമായി ബന്ധപ്പെട്ട മാനദണ്ഡങ്ങൾ ഉയർത്തുക, പേഷ്യൻസിന്റെ ഒരു കണ്ടെയ്ൻമെന്റ് അല്ലെങ്കിൽ സാറ്റിസ്ഫാക്ഷൻ സംതൃപ്തി മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രക്രിയയാണ് ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. എന്താണ് ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ? നമ്മുടെ രാജ്യത്തെ ആശുപത്രികളിലുടനീളം രോഗികളുടെ സംതൃപ്തി മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയും അതുപോലെ തന്നെ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് ഗുണനിലവാരവുമായി ബന്ധപ്പെട്ട മാനദണ്ഡങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുമുള്ള ഒരു പ്രക്രിയയാണ് ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അത് മനസ്സിലായോ? അത് എന്താന്നുള്ളത് ചോദിക്കാറുണ്ട് കേട്ടോ. Quality certification is the process for improving patient containment and enhancing quality standards across the hospital of our country. Okay. ഇനി അടുത്തത് ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഓഫ് ക്വാളിറ്റി മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ്. ഒരു ക്വാളിറ്റി മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഓർഗനൈസേഷൻ സ്ട്രക്ചർ ആണ് കേട്ടോ താഴെ കാണിച്ചിരിക്കുന്നത്. ഫസ്റ്റ് പാർട്ടാണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, ടോപ്പ് മാനേജ്മെന്റ് ഡയറക്ടേഴ്സ്. ബോർഡ് ഓഫ് ഡയറക്ടർ ഇത് ഓർഗനൈസേഷൻ ആണ്, അതിന്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ് അല്ലെങ്കിൽ ടോപ്പ് മാനേജ്മെന്റിൽ വരുന്ന ആളുകളാണ് ഹെഡായിട്ട് വരുന്നത്. അതിന് കീഴിൽ 2 സെക്ഷൻ ആയിട്ട് തിരിച്ചിട്ടുണ്ട്. സിഇഒ, അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ് ആയിട്ടുള്ള സിഇഒ ഉണ്ട്, അതുപോലെ തന്നെ മെഡിക്കൽ സൂപ്രണ്ടന്റ്, മെഡിക്കൽ കെയർ ഹോസ്പിറ്റലുകൾ കാര്യങ്ങളാണെങ്കിൽ അവിടുത്തെ മെഡിക്കൽ സൂപ്രണ്ടന്റും ഇതിന് കീഴിൽ വരുന്നുണ്ട്. ഇനി ഇവരുടെ 2 സിഇഒന്റെയും മെഡിക്കൽ സൂപ്രണ്ടന്റിന്റെയും കീഴിൽ വരുന്ന വ്യക്തിയാണ് ക്വാളിറ്റി മാനേജർ. ക്വാളിറ്റി മാനേജറുടെ കീഴിൽ വരുന്ന വ്യക്തിയാണ് അസിസ്റ്റന്റ് ക്വാളിറ്റി മാനേജർ. അസിസ്റ്റന്റ് ക്വാളിറ്റി മാനേജറുടെ കീഴിൽ 2 ഗ്രൂപ്പായിട്ട് തിരിക്കുന്നു. ഫസ്റ്റ് വൺ ആണ് ക്വാളിറ്റി എക്സിക്യൂട്ടീവ്, അവരുടെ കീഴിൽ ക്വാളിറ്റി കോർഡിനേറ്റർ, അവരുടെ കീഴിൽ ക്വാളിറ്റി അസിസ്റ്റൻസ്. നെക്സ്റ്റ് അടുത്ത സെക്ഷൻ വരുമ്പോ റെപ്രസെന്റേറ്റീവ്സ് ഫ്രം ഓൾ മെഡിക്കൽ ആൻഡ് നോൺ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ ഇത്രയും നമ്മുടെ ആ ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഓഫ് ക്വാളിറ്റി മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ്. ക്വാളിറ്റി മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ ആണ്. എന്തൊക്കെ വരുന്നുണ്ട്? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, അതിന് കീഴിലായിട്ട് സിഇഒ, അതുപോലെ തന്നെ മെഡിക്കൽ സൂപ്രണ്ടന്റ്, അതുപോലെ അതിന് കീഴിലായിട്ട് ക്വാളിറ്റി മാനേജർ, അതിന് കീഴിലായിട്ട് അസിസ്റ്റന്റ് ക്വാളിറ്റി മാനേജർ, അവന് കീഴിലായിട്ട് 2 സെക്ഷൻ ആയിട്ട് തിരിക്കുന്നു. ക്വാളിറ്റി എക്സിക്യൂട്ടീവ്, ക്വാളിറ്റി കോർഡിനേറ്റർ ആൻഡ് ക്വാളിറ്റി അസിസ്റ്റന്റ്. നെക്സ്റ്റിൽ വരുന്ന സെക്ഷനിൽ റെപ്രസെന്റേറ്റീവ് ഫ്രം ഓൾ മെഡിക്കൽ ആൻഡ് നോൺ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിലെ പ്രതിനിധികൾ. അപ്പൊ ഇത്രയും അടങ്ങുന്നതാണ് ഒരു ക്വാളിറ്റി മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ്
ഡിപ്പാർട്ട്മെന്റിന്റെ എന്ത് ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പൊ അവിടെ വരെ വേഗം ഒന്ന് വായിച്ചു നോക്കി. അതിനുശേഷം നമ്മൾ പുതിയൊരു ടേമിലേക്കാണ് പോകുന്നത് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണല്ലോ അല്ലെ? നെക്സ്റ്റ് ആണ് അക്രഡിറ്റേഷൻ കേട്ടോ. നമ്മൾ ഏതൊരു സെക്ഷനിലേക്ക് പോവാണ്. അക്രഡിറ്റേഷൻ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഏരിയയിലേക്ക് കിടക്കാണ്. അപ്പൊ അക്രഡിറ്റേഷൻ എന്താണെന്നുള്ളത് ഇറ്റ്സ് ഓൾറെഡി ആ ഒരു ക്ലാസ്സില് കൃത്യമായിട്ട് അതുമായി ബന്ധപ്പെട്ട ഒരു ജനറൽ ഐഡിയ തന്നിട്ടുണ്ടായിരുന്നു അല്ലെ? മുൻപത്തെ ഒരു ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ ഈ ഒരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ മിസ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതെ, അംഗീകാരം നൽകുക. അപ്പൊ അക്രഡിറ്റേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു ഹോസ്പിറ്റലിന് അംഗീകാരം കൊടുക്കുകയാണ് അല്ലെ? ഒരു അക്രഡിറ്റഡ് അല്ലെങ്കിൽ ഒരു അപ്രൂവൽ കൊടുക്കാൻ ഒരു അംഗീകാരം കൊടുക്കുന്നു. അപ്പൊ നമുക്കറിയാം അക്രഡിറ്റേഷൻ റെഫേഴ്സ് ടു പബ്ലിക് റെക്കഗ്നിഷൻ. ഒരു പൊതു അംഗീകാരത്തെ അല്ലേ ഒരു അക്രഡിറ്റേഷൻ സൂചിപ്പിക്കുന്നത് അല്ലെ? ഒരു പൊതു അംഗീകാരത്തെയാണ് ഒരു അക്രഡിറ്റേഷൻ എന്തുകൊണ്ട് സൂചിപ്പിക്കുന്നത്. For a hospital to be accredited, it is done through an independent external evaluation of that organization's level of performance in connection with the standard. അപ്പൊ നമുക്കറിയാം ഒരു ഹോസ്പിറ്റൽ അക്രഡിറ്റേഷൻ ആയി കിട്ടി, ഒരു അക്രഡിറ്റഡ് ആയിട്ടുള്ള സ്ഥാപനമാണ്. ആ അക്രഡിറ്റേഷൻ എങ്ങനെയാണ് നടത്തുന്നത്? Is done through an independent external evaluation of that organization level of performance in connection with the standard. അപ്പൊ ഒരു ഹോസ്പിറ്റലില് അക്രഡിറ്റേഷൻ കിട്ടുന്നത് എങ്ങനെയാണ്? ആ ഹോസ്പിറ്റലിലെ സ്റ്റാഫുകൾ തന്നെ ആ ഹോസ്പിറ്റലിനെ വിലയിരുത്തി അങ്ങ് കൊടുക്കുവാണോ? ആണോ? ആ ഹോസ്പിറ്റലിലുള്ള ജീവനക്കാര് തന്നെ വിലയിരുത്തുന്നു. ഓക്കെ, അസസ്മെന്റ് ഒക്കെ നടത്തുന്നു. പെർഫോമൻസിനെ ബേസ് ചെയ്ത് അസസ്മെന്റ് നടത്തി അവര് തന്നെ കൊടുക്കുന്നതാണോ? അല്ല, അല്ലെ? ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള സ്വതന്ത്രമായിട്ടുള്ള ഒരു എക്സ്റ്റേണൽ ഇവാലുവേഷന്റെ പുറത്ത്, വിലയിരുത്തലിന് പുറത്ത് ഒരു ഓർഗനൈസേഷൻ സ്റ്റാൻഡേർഡ് ഇൻ കണക്ഷൻ വിത്ത് സ്റ്റാൻഡേർഡ് ആ പറഞ്ഞിരിക്കുന്ന മാനദണ്ഡങ്ങൾ പ്രകാരമുള്ള ഒരു പെർഫോമൻസ് ലെവൽ ഒരു ഓർഗനൈസേഷൻ കാഴ്ചവെക്കുന്നുണ്ടെങ്കിൽ അതിനനുസൃതമായിട്ട് ഒരു എക്സ്റ്റേണൽ ഇവാലുവേഷന്റെ ബേസിസിലാണ് നമുക്ക് അക്രഡിറ്റഡ് ആവുന്നത്. ശരിയല്ലേ? ഇപ്പോ നാമിന്റെ ആണെങ്കിലും നാമിൽ നിന്ന് വരുന്ന എക്സ്റ്റേണൽ ആയിട്ടുള്ള അസസ്മെന്റ് ടീമുണ്ട്. ആ ടീം വന്നാണ് ഈ ഒരു സ്ഥാപനത്തില് അവര് പറഞ്ഞിരിക്കുന്ന സ്റ്റാൻഡേർഡ്സ് പ്രകാരമുള്ള ഒരു പെർഫോമൻസ് ലെവല് ഈ ഹോസ്പിറ്റലുകാര് എന്ത് ചെയ്യുന്നുണ്ട്, പാലിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ആ ഒരു പെർഫോമൻസ് ലെവൽ ഇവര് അറ്റൈൻ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കിയിട്ടാണ് ആ ഒരു അക്രഡിറ്റേഷൻ നൽകുന്നത് അല്ലെ? അതുകൊണ്ട് തന്നെ ഇപ്പൊ ഒരു അക്രഡിറ്റഡ് ഹോസ്പിറ്റൽ ആകുമ്പോൾ ഇറ്റ്സ് ഡൺ ത്രൂ ആൻ ഇൻഡിപെൻഡന്റ് എക്സ്റ്റേണൽ ഇവാലുവേഷന്റെ പുറത്താണ് ഓഫ് ദാറ്റ് ഓർഗനൈസേഷൻ ലെവൽ ഓഫ് പെർഫോമൻസ്. ആ ഓർഗനൈസേഷന്റെ പ്രവർത്തന നിലവാരം എത്രത്തോളം ഉണ്ട്, എന്തിനോട് ബന്ധപ്പെട്ടുള്ള പറഞ്ഞിരിക്കുന്ന സ്റ്റാൻഡേർഡ്സ് പ്രകാരം അതുമായി കണക്ട് ചെയ്ത് നോക്കുമ്പോൾ അവരുടെ ലെവൽ ഓഫ് പെർഫോമൻസ് എത്രത്തോളം ഉണ്ടോ അതിനനുസൃതമായിട്ടാണ് അവർക്ക് അക്രഡിറ്റേഷൻ ലഭിക്കുന്നത്. ക്ലിയർ അല്ലേ ഇത്? സോ അക്രഡിറ്റേഷൻ ഈസ് നോട്ട് കമ്പൽസറി. അക്രഡിറ്റേഷൻ നിർബന്ധമായിട്ട് എടുക്കേണ്ടതായിട്ടുണ്ടോ?
ഉണ്ടോ? എല്ലാ സ്ഥാപനങ്ങൾക്കും അക്രഡിറ്റേഷൻ നിർബന്ധമാണോ? അല്ല, അല്ലെ? അത് നോൺ കമ്പൽസറി ആണ്, നിർബന്ധമല്ല. ആ സ്ഥാപനങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അക്രഡിറ്റേഷന് വേണ്ടിയിട്ട് അപേക്ഷിക്കാം, അത് ലഭ്യമാക്കാം. അല്ല എങ്കിലും പ്രശ്നമില്ല, അല്ലെ? നോൺ കമ്പൽസറി ആണ് കേട്ടോ. ഒരിക്കലും അത് മാൻഡേറ്ററി അല്ല, കമ്പൽസറി ആയിട്ടുള്ള ഒന്നല്ല. അത് ആ സ്ഥാപനങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എടുക്കാവുന്നതാണ്, അല്ലെങ്കിൽ വേണ്ട. Then it is an ongoing or continuous process. പക്ഷേ ഒരു പ്രാവശ്യം അക്രഡിറ്റേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അതിന്റെ ഫലം? It is an ongoing and continuous process ആണ്, അല്ലെ? തുടർച്ചയായിട്ടുള്ള ഒരു പ്രക്രിയ അല്ലേ ഇത്? അത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ആ ഒരു സ്റ്റാൻഡേർഡ്സ് എന്ത് ചെയ്യണം? തുടർന്ന് പോകണം, അല്ലെ? എന്നാൽ മാത്രമേ ആ ഒരു അക്രഡിറ്റേഷൻ നമുക്ക് റിന്യൂ ചെയ്ത് കിട്ടുകയുള്ളൂ. അല്ലെങ്കിൽ അത് ക്യാൻസൽ ചെയ്യപ്പെടും. അതുകൊണ്ട് തന്നെ ഇറ്റ്സ് ആൻ ഓൺഗോയിങ് ഓർ കണ്ടിന്യൂസ് പ്രോസസ് ആണ്. ഇതൊരു തുടർച്ചയായിട്ടുള്ള ഒരു പ്രക്രിയയാണ്. പക്ഷെ ഇതൊരിക്കലും കമ്പൽസറി അല്ല. വായിച്ചു നോക്കി അവിടെ വരെയും അക്രഡിറ്റേഷൻ എന്താണ്, അതിന്റെ ജസ്റ്റ് ഒരു ജനറൽ ഐഡിയ ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ ഇനി അക്രഡിറ്റേഷന്റെ ബെനിഫിറ്റ്സ് ആണ് നോക്കാൻ പോകുന്നത് കേട്ടോ. ശരി, നെക്സ്റ്റ് ബെനിഫിറ്റ്സ് ഓഫ് അക്രഡിറ്റേഷൻ. ഒരു അക്രഡിറ്റേഷൻ വഴി ആർക്കൊക്കെയാണ് പ്രധാനപ്പെട്ട പ്രയോജനങ്ങൾ ഉണ്ടാവുക, അതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ ആണ് ബെനിഫിറ്റ്സ് ഫോർ പേഷ്യന്റ്. പേഷ്യൻസിന് എന്തൊക്കെ പ്രയോജനങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെ അഡ്വാൻറ്റേജസ് ഉണ്ടാവുന്നുണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെ ബെനിഫിറ്റ്സ് കിട്ടുന്നുണ്ടെന്നാണ് നമ്മൾ ആദ്യം നോക്കുന്നത് കേട്ടോ. ദ പേഷ്യൻസ് ആർ ദ ബിഗ്ഗസ്റ്റ് ബെനിഫിഷ്യറി. അപ്പൊ നമ്മൾ ചെയ്തിട്ട് എപ്പോഴും ചോദിക്കാറുണ്ട്, ഏറ്റവും വലിയ ഗുണഭോക്താക്കൾ, ഒരു അക്രഡിറ്റേഷന്റെ ഏറ്റവും വലിയ ബെനിഫിഷ്യറി അല്ലെങ്കിൽ ഗുണഭോക്താക്കൾ എന്ന് പറയുന്നത് ആരാ? പേഷ്യൻസ് ആണ് കേട്ടോ. ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, എപ്പോഴും ചോദ്യം റിപ്പീറ്റ് ചെയ്ത് വരാറുണ്ട്. ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. അതിനുള്ളിൽ പോയിന്റ്സ് ആയിട്ട് ചിലപ്പോൾ ശ്രദ്ധിക്കാത്തില്ല, അതുകൊണ്ട് തന്നെ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. പേഷ്യൻസ് ആർ ദ ബിഗ്ഗസ്റ്റ് ബെനിഫിഷ്യറി. ഒരു അക്രഡിറ്റേഷൻ കിട്ടുക എന്ന് പറയുമ്പോൾ ആ സ്ഥാപനത്തിൽ നിന്ന് ഏറ്റവും വലിയ ഗുണഭോക്താക്കൾ, ആ ഒരു എന്താണ് അക്രഡിറ്റേഷന്റെ ഏറ്റവും വലിയ ഗുണഭോക്താക്കൾ എന്ന് പറയുന്നത് പേഷ്യൻസ് ആണ്. ആൻഡ് അക്രഡിറ്റേഷൻ കോസസ് ഹൈ ക്വാളിറ്റി ഓഫ് കെയർ ആൻഡ് പേഷ്യന്റ് സേഫ്റ്റി. അപ്പൊ ആ ഒരു പേഷ്യന്റ് നിങ്ങളൊന്ന് തന്നെ ഒന്ന് പറഞ്ഞേ, എന്തൊക്കെയായിരിക്കും ഒരു അക്രഡിറ്റഡ് സ്ഥാപനത്തിൽ നിന്ന് ഒരു പേഷ്യന്റിന് എന്തൊക്കെ ബെനിഫിറ്റ്സ് കിട്ടും? എന്തൊക്കെ ബെനിഫിറ്റ്സ് കിട്ടും? ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ കിട്ടുമല്ലോ. നല്ല ക്വാളിറ്റിയുള്ള കെയർ കിട്ടും, കിട്ടില്ലേ? നല്ല ക്വാളിറ്റിയുള്ള കെയർ കിട്ടും, നല്ല സേഫ്റ്റി കിട്ടും, അല്ലെ? നല്ല പേഷ്യന്റ് സേഫ്റ്റി അവര് നിലനിർത്തും, നല്ല ട്രീറ്റ്മെന്റുകൾ കിട്ടും. വേറെ എന്താണ്? വേറെ എന്തൊരു പ്രയോജനം? നല്ല സർവീസുകളായിരിക്കും, ബെറ്റർ സർവീസുകളായിരിക്കും, നല്ല ക്വാളിറ്റിയുള്ള രീതിയിലുള്ള സർവീസുകളും ട്രീറ്റ്മെന്റും കെയറും ഒക്കെ ആയിരിക്കും കിട്ടുക. പേഷ്യൻസിന്റെ സേഫ്റ്റി നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ വളരെ യോഗ്യതയുള്ള സ്റ്റാഫുകളായിരിക്കില്ലേ? നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള മെഡിക്കൽ സ്റ്റാഫുകളായിരിക്കില്ലേ ഉണ്ടാവുക, അല്ലെ? അവരെയാണല്ലോ നമ്മൾ അപ്പോയിന്റ്മെന്റ് ചെയ്യുള്ളൂ. കാരണം ഇത്രയും ക്വാളിറ്റിയുള്ള സ്റ്റാൻഡേർഡ്സ് കൊടുക്കുന്ന ട്രീറ്റ്മെന്റും കെയറും കൊടുക്കണമെങ്കിൽ. അപ്പൊ നല്ല ക്വാളിറ്റിയുള്ള, നല്ല രീതിയിലുള്ള ക്വാളിറ്റിയുള്ള മെഡിക്കൽ സ്റ്റാഫുകളിൽ നിന്നാണ് പേഷ്യൻസിന് സർവീസ് കിട്ടുന്നത്, അല്ലെ? അപ്പൊ അതിൻ്റെതായ ഒരു പ്രയോജനം ഉണ്ടാവും, അല്ലെ? അപ്പൊ നമുക്കറിയാം, ഇപ്പൊ പല ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോഴും നമുക്കത് ഫീൽ ചെയ്യാറില്ലേ? ചില എന്താണ് നഴ്സസുമായി ബന്ധപ്പെട്ട് ചിലരതായിട്ട് നമുക്ക് ഭയങ്കരമായിട്ട് നമുക്ക് നല്ലതായിട്ട് തോന്നും, അല്ലെ? അപ്പൊ അല്ലാതെ ഇപ്പൊ പലതും ട്രെയിനിങ്ങിന് വേണ്ടിയിട്ടുള്ള കുട്ടികൾ ഉണ്ടാവാം. അപ്പൊ അത്തരത്തിലുള്ള അവരുടെയും നല്ല രീതിയിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ളവരുടെയും പെർഫോമൻസ് ലെവല് അതെ നല്ല രീതിയിൽ വ്യത്യാസമുണ്ട്, അല്ലെ? അപ്പൊ അങ്ങനത്തെയുള്ള നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള നല്ല യോഗ്യതയുള്ള മെഡിക്കൽ സ്റ്റാഫുകളിൽ നിന്നുള്ളൊരു പരിചരണവും സർവീസും നമുക്ക് ഇതുവഴി ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പേഷ്യൻസിന്റെ ഇപ്പൊ നമ്മൾ ഓൾറെഡി എന്താണ് നാമിന്റെ സ്റ്റാൻഡേർഡിലാണെങ്കിൽ പേഷ്യൻസിന്റെ റൈറ്റ്സ് ആൻഡ് എഡ്യൂക്കേഷൻ ഇതൊക്കെ നിർബന്ധമായിട്ടും പറയുന്ന കാര്യമാണ് കേട്ടോ. അവരുടെ അവകാശങ്ങള്, അവർക്ക് നല്ല രീതിയിലുള്ള ബോധവൽക്കരണം കൊടുക്കുക, അവരുടെ പേഷ്യൻസിന്റെ സേഫ്റ്റി, അതുപോലെ തന്നെ അവരുടെ പ്രൊട്ടക്ഷൻ, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ആ ഒരു നാമിന്റെ സ്റ്റാൻഡേർഡിൽ പ്രത്യേകമായിട്ട് ആ ക്വാളിറ്റി കീപ്പ് ചെയ്യണം എന്നുള്ളത് പറയുന്നുണ്ട്. അപ്പോ അത്തരത്തില് പേഷ്യൻസിന്റെ റൈറ്റ്സ്, അവകാശങ്ങൾ അവിടെ സംരക്ഷിക്കപ്പെടുന്നുണ്ട്, അല്ലെ?
അതുപോലെ തന്നെ അതിനെ ബഹുമാനിക്കുന്നതുകൊണ്ട് അവിടെ സംരക്ഷിക്കപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ നല്ല രീതിയിൽ കിട്ടുന്നില്ലേ? കിട്ടുന്നുണ്ടോ? നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് കിട്ടുന്നുണ്ട് അല്ലെ? അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ അവർ പതിവായിട്ട് വിലയിരുത്തുകയും അതിനനുസരിച്ച് മെച്ചപ്പെടുത്തൽ നടത്തുകയും ചെയ്യും ഇല്ലേ? ഇതൊക്കെ ഒരു പേഷ്യന്റിന് ഒരു ബെനിഫിറ്റ് അല്ലെങ്കിൽ ഒരു അക്രഡിറ്റേഷൻ വഴി ബെനിഫിറ്റ് ആയിട്ട് കിട്ടുന്ന കാര്യങ്ങളാണ്. എന്തൊക്കെയായിരിക്കും ബെനിഫിറ്റ്സ് ഫോർ പേഷ്യന്റിൽ? എന്തൊക്കെ പോയിന്റ്സ് ആണ് നമ്മൾ നോക്കിയേ? ഫസ്റ്റ് വൺ ആണ് പേഷ്യൻസ് ആർ ദ ബിഗ്ഗസ്റ്റ് ബെനിഫിഷ്യറി. പേഷ്യൻസ് ആണ് അക്രഡിറ്റേഷൻ വഴി കിട്ടുന്ന ഏറ്റവും വലിയ ഒരു ഗുണഭോക്താക്കൾ എന്ന് പറയുന്നത് പേഷ്യൻസ് ആണ്. രണ്ടാമത്തെ പോയിന്റിൽ എന്താ പറയുന്നത്? അക്രഡിറ്റേഷൻ കോസസ് ഹൈ ക്വാളിറ്റി ഓഫ് കെയർ ആൻഡ് പേഷ്യന്റ് സേഫ്റ്റി. നല്ല അക്രഡിറ്റേഷൻ വഴി നമുക്കൊരു ഉയർന്ന ഗുണനിലവാരത്തിലുള്ള പരിചരണവും പേഷ്യൻസിന്റെ സുരക്ഷയും നമുക്ക് ഉറപ്പുവരുത്താനായിട്ട് അക്രഡിറ്റേഷൻ വഴി സാധിക്കുന്നുണ്ട്. മൂന്നാമത്തത് the patients are serviced by credentialed medical staff. എന്താണ് credentialed എന്ന് പറഞ്ഞാൽ? യോഗ്യതയുള്ള കേട്ടോ, നല്ല യോഗ്യതയുള്ള, നല്ല ക്വാളിറ്റിയുള്ള, നല്ല യോഗ്യതകളും ക്വാളിഫിക്കേഷൻസും ഉള്ള മെഡിക്കൽ സ്റ്റാഫുകളിൽ നിന്നുള്ള സർവീസുകൾ പേഷ്യൻസിന് ലഭിക്കുന്നുണ്ട്. അതുപോലെ റൈറ്റ് ഓഫ് പേഷ്യൻസ് ആർ എസ്റ്റീംഡ് ആൻഡ് പ്രൊട്ടക്റ്റഡ്. പേഷ്യൻസിന്റെ റൈറ്റ്സ് അല്ലെങ്കിൽ അവകാശങ്ങൾ ബഹുമാനിക്കുകയും സംരക്ഷിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഈസ് ഫ്രീക്വന്റ്ലി ഇവാലുവേറ്റഡ്. പേഷ്യൻസിന്റെ സംതൃപ്തി പതിവായി തന്നെ വിലയിരുത്തൽ നടത്തുകയും അതിനനുസരിച്ച് മെച്ചപ്പെടുത്തൽ നടത്തുകയും ചെയ്യുന്നുണ്ട്. ഒന്ന് വേഗം വായിച്ചു നോക്കിയേ. ബെനിഫിറ്റ്സ് ഫോർ പേഷ്യൻസ്. ഓക്കെ, കംപ്ലീറ്റ് ആയോ? ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അടുത്തത് ബെനിഫിറ്റ്സ് ഫോർ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷനുള്ള ബെനിഫിറ്റ്സ്, പ്രയോജനങ്ങളാണ് കേട്ടോ പറയുന്നത്. എന്തൊക്കെയായിരിക്കും ഇപ്പൊ നിങ്ങളൊന്ന് ആലോചിക്കുക. ഒരു ഓർഗനൈസേഷൻ അക്രഡിറ്റേഷൻ കിട്ടുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ? ഉണ്ടോ? ഒരു ഓർഗനൈസേഷൻ അക്രഡിറ്റേഷൻ കിട്ടുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ? എന്താ പ്രയോജനം? അല്ലെങ്കിൽ എന്തൊക്കെ ബെനിഫിറ്റ്സ് ആയിരിക്കും കിട്ടുക? ആലോചിച്ച് നോക്കിയാൽ അറിയാലോ. ഹോസ്പിറ്റലിന്റെ പ്രശസ്തി വർദ്ധിക്കും. വെരി ഗുഡ്. ഹോസ്പിറ്റലിന്റെ റെപ്യൂട്ടേഷൻ വർദ്ധിക്കും. പിന്നെ പേഷ്യൻസിനെ കൂടുതൽ കിട്ടും. ശരിയാണ്, പേഷ്യൻസിനെ കൂടുതൽ കിട്ടും. കാരണം നല്ലൊരു ഫേമസ് ആയല്ലോ. അപ്പൊ നല്ല രീതിയിലുള്ള പേഷ്യൻസിനെ നമുക്ക് ആവശ്യമുള്ള അധികം പേഷ്യൻസിനെ നമുക്ക് അവിടേക്ക് കിട്ടും. ഹോസ്പിറ്റലിന്റെ റെപ്യൂട്ടേഷൻ കൂടും. പിന്നെ എന്താണ് പറഞ്ഞത്? നല്ലൊരു പബ്ലിക് റിലേഷൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ശരിയാണ്. അതെ, എല്ലാ തരത്തിലുള്ള ഓപ്പറേഷൻസും വളരെ പെർഫെക്റ്റ് ആയിട്ട് കീപ്പ് ചെയ്യാൻ പറ്റും. ശരിയാ, നല്ല ക്വാളിറ്റി കീപ്പ് ചെയ്യാൻ പറ്റും അല്ലെ? നല്ല സ്റ്റാൻഡേർഡ്സും കാര്യങ്ങളൊക്കെ അവിടെ ഇംപ്ലിമെന്റ് ചെയ്ത് നല്ല ക്വാളിറ്റിയില് എല്ലാ കാര്യങ്ങളും അവർക്ക് നല്ല സർവീസുകൾ നല്ല ക്വാളിറ്റിയിൽ കൊടുക്കാനായിട്ട് പറ്റും. അതെ, മാർക്കറ്റിംഗ് കൂടും. വെരി ഗുഡ്. മാർക്കറ്റിംഗ് കൂടും അല്ലെ? എങ്ങനെയാണ് മാർക്കറ്റിംഗ് കൂടുക? നിങ്ങൾ കണ്ടിട്ടില്ലേ? നമ്മുടെ വിദേശത്ത് നിന്നൊക്കെ ആളുകള് ഇപ്പോ വിദേശികള് നമ്മുടെ നാട്ടിലേക്ക് ട്രീറ്റ്മെന്റുകൾക്കായിട്ട് വരുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? മെഡിക്കൽ ടൂറിസം. അതൊരു മെഡിക്കൽ ടൂറിസത്തിൽ വരുന്നതാണ് കേട്ടോ. അപ്പൊ അത്തരത്തില് നമ്മുടെ നാടുകളിലേക്ക് ഇത്തരത്തിലുള്ള വിദേശികളൊക്കെ അട്രാക്ട് ചെയ്യാനായിട്ട് ഇത് സഹായിക്കുമോ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? മറ്റു ഹോസ്പിറ്റലിൽ നിന്ന് നമുക്കൊരു പ്രശസ്തി അല്ലേ? ഒരു അക്രഡിറ്റഡ് ഹോസ്പിറ്റൽ ആണെന്ന് പറയുമ്പോ അല്ലെ? ഇന്ന സ്ഥാപനത്തിൽ ഇന്ന അക്രഡിറ്റേഷൻ ബോഡിയിൽ നിന്ന് ഞങ്ങൾക്ക് അക്രഡിറ്റേഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു ഹോസ്പിറ്റലിന്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിന്റെ പ്രശസ്തി വർദ്ധിക്കും. പ്രശസ്തി വർദ്ധിക്കുന്നതിലുപരി പബ്ലിക്കിനിടയിൽ ഒരു ട്രസ്റ്റ്, ഒരു വിശ്വാസം നേടിയെടുക്കാൻ പറ്റില്ലേ? എന്ത് വിശ്വാസമായിരിക്കും നേടിയെടുക്കാൻ പറ്റാം? ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ. നമുക്ക് അത് കഴിഞ്ഞിട്ട് പറയാം. എന്ത് വിശ്വാസമായിരിക്കും? നമുക്കിപ്പോ അറിയാം, ഒരു അക്രഡിറ്റഡ് ഹോസ്പിറ്റൽ ആണെങ്കിൽ അവിടെ നല്ല ക്വാളിറ്റിയുള്ള കെയർ ആയിരിക്കും കൊടുക്കുന്നത് അല്ലെ? എല്ലാ സ്റ്റാൻഡേർഡ്സും അവർ കീപ്പ് ചെയ്യുന്നുണ്ട്. സേഫ്റ്റി ഉറപ്പുവരുത്തുന്നുണ്ട്. നല്ല ക്വാളിറ്റിയുള്ള, നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾ, മെഡിക്കൽ സ്റ്റാഫുകളായിരിക്കും ഉണ്ടായിരിക്കാം ഇല്ലേ? അപ്പോ അത്തരത്തില് ഒരു അക്രഡിറ്റഡ് ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ ആ ഒരു വിശ്വാസം,
ആളുകളുടെ മനസ്സിൽ വരുത്താനായിട്ട് സാധിക്കുന്നില്ലേ? സഹായിക്കുന്നില്ലേ? ഉണ്ടോ? അപ്പൊ ആ ഒരു പബ്ലിക് ട്രസ്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നുണ്ട്, റെപ്യൂട്ടേഷൻ വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നുണ്ട്. ഇപ്പൊ ഭഗവതി പറഞ്ഞ പോലെ തന്നെ നമുക്ക് എന്താണ് മെഡിക്കൽ ടൂറിസം, അതായത് ആളുകളെ അട്രാക്ട് ചെയ്ത് കൊണ്ടുവരാനും, അതിപ്പോ പ്രത്യേകമായിട്ട് പുറത്തെയുള്ള വിദേശികളെ വരെയും നമുക്ക് അട്രാക്ട് ചെയ്ത് നമ്മുടെ ആ ഒരു മെഡിക്കൽ ടൂറിസത്തിന്റെ ഭാഗമാക്കി ട്രീറ്റ്മെന്റുകൾക്ക് വേണ്ടി നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരാനായിട്ട് സഹായകമാണ്. ശരിയല്ലേ? അപ്പൊ ഇത്രയൊക്കെ പൊതുവായിട്ടുള്ള നമുക്ക് ഏറ്റവും അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ. ഇനി നമുക്ക് ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നോക്കാം. അപ്പൊ നോക്കിയേ, accreditation. First point, accreditation to a healthcare organization integrates continuous improvement. അല്ലെ? അത് ഒന്നാമത്തെ പ്രയോജനമാണ്. കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഇംപ്രൂവ്മെന്റ് നടക്കുന്നില്ലേ? അവിടെ നടക്കുന്നുണ്ടോ? തുടർച്ചയായ ഒരു അക്രഡിറ്റേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷനിൽ തുടർച്ചയായിട്ടുള്ള ഒരു മെച്ചപ്പെടുത്തൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഇംപ്രൂവ്മെന്റ് പ്രക്രിയ അവിടെ നടക്കുന്നുണ്ട്, അല്ലെ? ഒരു കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ് പ്രോസസ്സ് നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം? ഇറ്റ് ലെറ്റ് ദ ഓർഗനൈസേഷൻ ഡെമോൺസ്ട്രേറ്റ് കമ്മിറ്റ്മെന്റ് ടു ക്വാളിറ്റി കെയർ, അല്ലെ? അപ്പൊ ഒരു അക്രഡിറ്റേഷൻ കിട്ടുമ്പോൾ ആ ഒരു ഓർഗനൈസേഷന് എന്ത് കമ്മിറ്റ്മെന്റ് ആണ് കിട്ടുന്നത്? എന്ത് പ്രതിബദ്ധതയാണ് അവർ കാണിക്കുന്നത്? നല്ല ക്വാളിറ്റിയുള്ള കെയർ കൊടുക്കണം, പേഷ്യൻസിന് സേഫ്റ്റി ഉറപ്പുവരുത്തണം, അല്ലെ? സോ ദെയർബൈ ഗ്യാരണ്ടീസ് ബെസ്റ്റ് ക്ലിനിക്കൽ ഔട്ട്കം. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് ആ ഒരു കമ്മിറ്റ്മെന്റ് ഉള്ളത് കൊണ്ട് നല്ല ക്വാളിറ്റി കെയർ കൊടുക്കണം, നല്ല പേഷ്യന്റ് സേഫ്റ്റി ഉറപ്പുവരുത്തണം എന്നുള്ള ഒരു ബാധ്യത, ഒരു കമ്മിറ്റ്മെന്റ് അവർക്ക് ഉള്ളത് കൊണ്ട് തന്നെ ഒരു ബെസ്റ്റ് ക്ലിനിക്കൽ ഔട്ട്കം നമുക്ക് ഉറപ്പ് പറയാൻ പറ്റും. പറയാൻ പറ്റില്ലേ? ആ ഹോസ്പിറ്റലിൽ ഉറപ്പ് പറയാൻ പറ്റും, നല്ല ബെസ്റ്റ് ക്ലിനിക്കൽ ഔട്ട്കം അല്ലെങ്കിൽ റിസൾട്ട് അല്ലെങ്കിൽ സർവീസുകളാണ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് എന്ന് ഉറപ്പ് പറയാൻ പറ്റില്ലേ? പറ്റും, അല്ലെ? Then മൂന്നാമത്തെ പോയിന്റ്, it raises community confidence in the service. അല്ലെ? നമ്മൾ പറഞ്ഞല്ലോ, കമ്മ്യൂണിറ്റിയില് ഈ സർവീസ്, ഇവർ കൊടുക്കുന്ന സർവീസുകളുമായി ബന്ധപ്പെട്ട ഒരു കോൺഫിഡൻസ് അല്ലെങ്കിൽ ഒരു ആത്മവിശ്വാസവും ഒരു എന്താണ് ഒരു ട്രസ്റ്റും ഒക്കെ വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നില്ലേ? വർദ്ധിപ്പിക്കുന്നുണ്ടോ? Then given by the healthcare organization as സർവീസസ് പ്രൊവൈഡ് ബൈ ക്രെഡൻഷ്യൽഡ് മെഡിക്കൽ സ്റ്റാഫ്. അതുപോലെ തന്നെ നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള യോഗ്യതയുള്ള മെഡിക്കൽ സ്റ്റാഫുകൾ ആയതുകൊണ്ട് തന്നെ അവരിൽ നിന്ന് കൂടിയാണ് നമ്മൾ ഈ സർവീസുകൾ കിട്ടുന്നത് കൊണ്ട് ആ ഒരു ട്രസ്റ്റും ആ ഒരു കോൺഫിഡൻസും ഒക്കെ ഈ ഒരു സർവീസുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും, അല്ലെ? Then അടുത്തത്, it also provide an opportunity to the healthcare unit to benchmark with the best. അതുപോലെ തന്നെ എന്ത് ചെയ്യാം? ഇതൊരു അവസരമാണ്, അല്ലെ? ഒരു ഹോസ്പിറ്റലിൽ കിട്ടുന്ന അവസരം, അല്ലെ? ആ ഹെൽത്ത് കെയർ യൂണിറ്റ് ബെഞ്ച് മാർക്ക് വിത്ത് ദ ബെസ്റ്റ്, അവരുടെ ബെസ്റ്റ്, അല്ലെ? അവരുടെ ബെസ്റ്റ് കാഴ്ചവെക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ബെഞ്ച് മാർക്ക് അല്ലെങ്കിൽ ഒരു അളവുകോൽ അല്ലെങ്കിൽ ഒരു മാനദണ്ഡമായിട്ട് നമുക്ക് ഇത് എന്ത് ചെയ്യാം? മറ്റിപ്പോ ഒരു 5 ഹോസ്പിറ്റൽ ഒരു ഏരിയയിൽ ഉണ്ട് എങ്കിൽ അതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഹോസ്പിറ്റൽ ഞങ്ങളാണ് എന്ന് കാണിക്കാവുന്ന രീതിയിലുള്ള ഒരു മാനദണ്ഡമായിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാമോ? അതിനുള്ളൊരു അവസരം അക്രഡിറ്റേഷൻ വഴി നൽകുന്നില്ലേ? ഉണ്ട്, അല്ലെ? മറ്റ് സ്ഥാപനങ്ങളെ അപേക്ഷിച്ച് ഞങ്ങൾ ബെസ്റ്റ് ആണ് എന്ന് കാണിക്കാനുള്ള ഒരു മാനദണ്ഡമായിട്ട് അവർക്ക് ഇത് ഉപയോഗിക്കാം. അടുത്തത്, an accreditation status also provide a marketing advantage in competitive healthcare. അല്ലെ? ഒരു മാർക്കറ്റിംഗ് അഡ്വാൻറ്റേജ്, അല്ലെ? നമ്മൾ നേരത്തെ പറഞ്ഞു മെഡിക്കൽ ടൂൾസ് പോലെയുള്ള ഒരു മാർക്കറ്റിംഗ് അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ വിപണിയില് ഇത്തരം മാർക്കറ്റുകൾ അക്രഡിറ്റേഷൻ എന്ന് പറയുന്ന ഒരു സ്റ്റാറ്റസ് ഉണ്ട്, അവർക്ക് ഒരു പദവി കിട്ടിക്കഴിഞ്ഞാല് ആ പദവി ഉപയോഗിച്ച് ഇവർക്ക് ഒരുപാട് മാർക്കറ്റിംഗ് ചെയ്ത് ഒരുപാട് കസ്റ്റമേഴ്സിനെ അല്ലെങ്കിൽ പേഷ്യൻസിനെ ഇവിടേക്ക് അട്രാക്ട് ചെയ്യാനോ മെഡിക്കൽ ടൂറിസം പ്രോത്സാഹിപ്പിക്കാനോ ഒക്കെ ഇതിലൂടെ സാധിക്കുന്നുണ്ട്. Then the HCO standards having been certified by ISQA provides an international recognition which will also help to encourage medical tourism. അതോടൊപ്പം തന്നെ ഈ ഹെൽത്ത് കെയർ HCO എന്ന് പറയുന്ന ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസ് കേട്ടോ. അപ്പൊ അത്തരത്തിലുള്ള ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ ഓൾറെഡി നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, SHCOയും HCOയും ഒക്കെ, അല്ലെ? The healthcare organization അതുമായി ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡ്സ് have been certified by ISQA എക്സ്പാൻഡ് ഫോം അറിയില്ലെങ്കിലും ഒന്ന് എഴുതി വെച്ചോളൂ കേട്ടോ. ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ, എഴുതി വെച്ചേ. അറിയാത്തവരുണ്ടെങ്കിൽ ISQA എക്സ്പാൻഡ് ഫോം ഒന്ന് എഴുതി വെക്കണേ. ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ ക്വാളിറ്റി ഇൻ ഹെൽത്ത് കെയർ. ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ ക്വാളിറ്റി ഇൻ ഹെൽത്ത് കെയർ. International Society for Quality in Healthcare.
ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ ക്വാളിറ്റി ഇൻ ഹെൽത്ത് കെയർ കേട്ടോ. ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ ക്വാളിറ്റി ഇൻ ഹെൽത്ത് കെയർ കിട്ടിയോ? അപ്പൊ ISQA പ്രൊവൈഡ്സ് ആൻ ഇന്റർനാഷണൽ റെക്കഗ്നിഷൻ. അപ്പൊ നമ്മുടെ ISQA പോലെയുള്ള സ്ഥാപനങ്ങളാണ് ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷനില് സർട്ടിഫൈഡ് ആയിട്ടുള്ള ISQA പോലെയുള്ള സ്ഥാപനങ്ങളാണ് സർട്ടിഫിക്കേഷൻ കൊടുക്കുന്നതെങ്കിൽ ഒരു ഇന്റർനാഷണൽ റെക്കഗ്നിഷൻ ആണ്, ഒരു അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഒരു അംഗീകാരമാണ് ആ ഒരു സ്ഥാപനത്തിന് അല്ലെങ്കിൽ ആ ഒരു ഓർഗനൈസേഷന് കിട്ടുന്നത്. സോ അതിന്റെ ബേസിസിൽ വിച്ച് വിൽ ഓൾസോ ഹെൽപ് ടു എൻകറേജ് മെഡിക്കൽ ടൂറിസം. അത്തരത്തിലും അതിലൂടെയും നമുക്ക് ആ ഒരു മെഡിക്കൽ ടൂറിസം പോലെയുള്ള മേഖലകളെ എന്ത് ചെയ്യാം, കൂടുതൽ പ്രോത്സാഹിപ്പിക്കാവുന്നതാണ്. അതുപോലെ ഇൻ ദ എൻഡ് the accreditation provide an objective system of empanelment by insurance and other third parties. ഇപ്പോ empanelment എന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. അപ്പൊ അതായത് ഇത്രേ ഉള്ളൂ, ജസ്റ്റ് ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മുടെ empanelment ഇപ്പൊ നമ്മൾ ഇൻഷുറൻസ് ഒക്കെ എടുക്കാറില്ലേ നിങ്ങൾ? ഹെൽപ്പ് ഡെസ്ക് എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ ഇൻഷുറൻസുകൾ എടുക്കാറില്ലേ? ഇൻഷുറൻസ് ഒക്കെ എടുക്കുമ്പോൾ നമ്മൾ ഓരോ ഇൻഷുറൻസ് എടുക്കുമ്പോൾ ക്യാഷ്ലെസ് ആയിട്ടുള്ളവയൊക്കെ ആണെങ്കിൽ അവരൊരു ഹോസ്പിറ്റൽസിന്റെ ലിസ്റ്റ് ഉണ്ടാവും. ക്യാഷ്ലെസ് സർവീസുകൾ അല്ലെങ്കിൽ ക്യാഷ്ലെസ് ആയിട്ടുള്ള ഹോസ്പിറ്റലുകൾ ഏതാണ് ഒരു ലിസ്റ്റ് ഉണ്ടാവും. ശ്രദ്ധിച്ചിട്ടുണ്ടോ അത്? നമ്മൾ ആ ഒരു ഹോസ്പിറ്റൽ അവർ പറഞ്ഞിരിക്കുന്ന ആ ലിസ്റ്റിൽ പോയാലാണ് നമുക്ക് ക്യാഷ്ലെസ് ആയിട്ടുള്ള സർവീസുകൾ കിട്ടുള്ളൂ. അപ്പൊ അത്തരത്തില് ഇപ്പൊ ഇൻഷുറൻസ് പാർട്ടീസ് ആവാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തേർഡ് പാർട്ടീസ്. ഇപ്പോ എന്താണ് ഇപ്പോ സെൻട്രൽ ഗവൺമെന്റ് ഹെൽത്ത് സ്കീമിൽ വരുന്ന കുറെ ഉണ്ട്. അതുപോലെ തന്നെ എന്താണ് എംപ്ലോയീസ്, ഇപ്പൊ ഓൾറെഡി റിട്ടയർഡ് ആയിട്ടുള്ള ആർമി, നേവി അത്തരത്തിലുള്ള ഈ ഓഫീസേഴ്സുമായി ബന്ധപ്പെട്ട അവരുടെ റിട്ടയർമെന്റുമായി ബന്ധപ്പെട്ട റിട്ടയർഡ് ആയിട്ടുള്ളവർക്ക് ഹെൽത്ത് സ്കീം, അവരുമായി ബന്ധപ്പെട്ട ഹെൽത്ത് സ്കീം, CGHS അങ്ങനെയുള്ള കുറച്ച് ഹെൽത്ത് സ്കീമുകളുണ്ട്. അപ്പൊ അത്തരത്തിലുള്ളവയൊക്കെ ആണെങ്കിലോ അത് എക്സ് സർവീസുമായി ബന്ധപ്പെട്ട അത്തരത്തിലുള്ള ആണെങ്കിലോ ECHS ഒക്കെ പോലെ തന്നെ അപ്പൊ CGHS ഒക്കെ ഉണ്ട്, സെൻട്രൽ ഗവൺമെന്റ് ഹെൽത്ത് സ്കീം ഒക്കെ ഉണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ഇതിലേക്കൊക്കെ ഈ പറയുന്ന സ്ഥാപനങ്ങളെ തിരഞ്ഞെടുക്കണമെങ്കിൽ അവിടെ എന്തായിരിക്കും അതിന്റെ അതെ മെഡിസ്റ്റെപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ അത്തരത്തിലുള്ള സ്ഥാപനങ്ങള് അവിടെ അതില് എല്ലാ സ്ഥാപനങ്ങളും അതിൽ ഉൾപ്പെടുന്നില്ല അല്ലെ? എല്ലാ സ്ഥാപനങ്ങളും ഉൾപ്പെടുന്നുണ്ടോ അവരുടെ ലിസ്റ്റില്? ഇല്ല. നമ്മുടെ കേരളത്തിലുള്ള ഇന്ത്യയിലുള്ള എല്ലാ സ്ഥാപനങ്ങളും ഒന്നും ഉൾപ്പെടുന്നില്ല. പ്രത്യേകമായിട്ടുള്ള വളരെ നല്ല രീതിയിലുള്ള സ്ഥാപനങ്ങളെയാണ് അവരതിൽ ഉൾപ്പെടുത്തുക. സെലക്ടഡ് ആയിട്ടുള്ളവയാണ് അല്ലെ? അപ്പൊ അങ്ങനെ അതിലേക്ക് സെലക്ട് ചെയ്യണമെങ്കിൽ ഈ ഒരു അക്രഡിറ്റേഷൻ ആ ഹോസ്പിറ്റലില് പ്രയോജനം ഉണ്ടാവുന്നില്ലേ? ഉണ്ടാവുന്നുണ്ടോ? അക്രഡിറ്റഡ് ആയിട്ടുള്ള ഹോസ്പിറ്റൽ ആവുമ്പോ സ്വാഭാവികമായിട്ടും അതിലേക്ക് അവരെ തിരഞ്ഞെടുക്കാനായിട്ടുള്ള ചാൻസസും കൂടുതലാണ്. കാരണം നല്ല ക്വാളിറ്റി ആണ്, അത് ഓൾറെഡി നമുക്ക് അറിയാവുന്ന കുറെ കാര്യങ്ങളുണ്ടല്ലോ. അപ്പൊ അത്തരത്തില് ആ ഒരു എംപാനൽമെന്റ് ബൈ ഇൻഷുറൻസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റ് തേർഡ് പാർട്ടീസ് ആയിക്കോട്ടെ അവരെ ആ ഒരു സംവിധാനത്തിലേക്ക് ആ ഒരു ലിസ്റ്റിലേക്ക് സെലക്ട് ചെയ്യണമെങ്കിൽ അതിനും ഈ ഒരു അക്രഡിറ്റേഷൻ വഴി സെലക്ട് ചെയ്യാനായിട്ട് ആ ഒരു ഹോസ്പിറ്റലിന് ഒരു പ്രയോജനം ലഭിക്കുന്നുണ്ട്. ക്ലിയർ ആയോ? ഇത് മനസ്സിലായോ? അപ്പൊ വേഗം ഒന്ന് വായിച്ചു നോക്കിയേ എന്തൊക്കെയാണ് ഹോസ്പിറ്റലിന് വേണ്ടിയിട്ടുള്ള പ്രയോജനങ്ങൾ എന്തൊക്കെയാണുള്ളത്. ഒന്ന് മനസ്സിലാക്കി പഠിച്ചാൽ മതി കേട്ടോ. ബൈഹാർട്ട് ഒന്നും ചെയ്യേണ്ട, ഒന്ന് മനസ്സിലാക്കി നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ കിട്ടാവുന്ന കാര്യമുള്ളൂ. വായിച്ചോ? ഓക്കെ, അപ്പൊ നെക്സ്റ്റിലേക്ക് പോവാം. ബെനിഫിറ്റ്സ് ഫോർ സ്റ്റാഫ്. ഓക്കെ, ശരി. നെക്സ്റ്റ് തേർഡ് കാറ്റഗറി ആണ് ബെനിഫിറ്റ്സ് ഫോർ സ്റ്റാഫ്. സ്റ്റാഫുകൾക്കുള്ള പ്രയോജനങ്ങൾ. നോക്കിയേ, the staff in an accredited hospital is content is low since it provides for continuous learning, good working environment and leadership. അപ്പൊ ഒരു അക്രഡിറ്റഡ് ആയിട്ടുള്ള ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റാഫ് ആണെന്ന് വിചാരിക്കാം. അങ്ങനെയുള്ള ഒരു സ്റ്റാഫ് എപ്പോഴും വളരെ സംതൃപ്തരായിരിക്കും അല്ലെ?
ആയിരിക്കോ? സംതൃപ്തരായിരിക്കോ? എന്തുകൊണ്ടാണ് അവർ സംതൃപ്തരാവുന്നത്? ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു തുടർച്ചയായ ഒരു പഠനത്തിനുള്ള അവസരം അവർക്ക് ലഭിക്കുന്നുണ്ട്. ശരിയല്ലേ? ഒരു ഡെവലപ്മെന്റ് ഓപ്പർച്യൂണിറ്റി അവർക്ക് ലഭിക്കുന്നുണ്ട് അല്ലെ? നല്ലൊരു വർക്കിംഗ് എൻവയോൺമെന്റ് ആയിരിക്കും അല്ലെ? നല്ലൊരു വർക്കിംഗ് എൻവയോൺമെന്റ് കിട്ടുന്നുണ്ട്. ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ലേണിംഗ്, ഒരു തുടർച്ചയായ ഒരു പഠനത്തിനുള്ള ഒരു അവസരം കിട്ടുന്നുണ്ട്. നല്ല ലീഡർഷിപ്പ് അല്ലെങ്കിൽ നല്ലൊരു നേതൃത്വവും അവർക്ക് ലഭിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടുത്തെ സ്റ്റാഫുകൾ എപ്പോഴും വളരെ സംതൃപ്തരായിരിക്കും. രണ്ടാമത്തെ പോയിന്റില് കേപ്പബിലിറ്റീസ് ആൻഡ് സ്കിൽസ് ഓഫ് സ്റ്റാഫ് ഓൾസോ ഗെറ്റ് എൻഹാൻസ്ഡ് ഇൻ ആൻ അക്രഡിറ്റഡ് ഹോസ്പിറ്റൽ. ഒരു അക്രഡിറ്റഡ് ആയിട്ടുള്ള ഹോസ്പിറ്റൽ ആണെങ്കിൽ അവരുടെ കഴിവുകളും അവരുടെ പ്രാവീണ്യവും ഒക്കെ നല്ല രീതിയിൽ ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കുന്നില്ലേ? സാധിക്കുന്നുണ്ടോ? സാധിക്കും അല്ലെ? അടുത്തത് ഇറ്റ് എൻഹാൻസസ് കോംപ്രഹെൻസീവ് പ്രൊഫഷണൽ ഡെവലപ്മെന്റ്, knowledge and skill in systematic ways with defined ownership and accountability of all the staff that include medical and paramedical staff. അതുപോലെ തന്നെ it enhances comprehensive professional development. എന്തായിരിക്കും? അപ്പൊ ഇതിലൂടെ നമുക്കറിയാം സ്കിൽ ഓഫ് ദ സ്റ്റാഫുകളുടെ സ്കില്ലും കാര്യങ്ങളും വർദ്ധിപ്പിക്കാൻ പറ്റുന്നതിലൂടെ തന്നെ അവരുടെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് അല്ലെ, അവരുടെ കരിയറുമായി ബന്ധപ്പെട്ട ഒരു പ്രൊഫഷണൽ ഡെവലപ്മെന്റ്, തൊഴിൽപരമായിട്ടുള്ള ഒരു വികസനം നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ രീതിയിൽ വരുത്താൻ സാധിക്കുന്നുണ്ട്. അവരുടെ അറിവും കഴിവും ഒക്കെ വളരെ ഒരു ചിട്ടയായ രീതിയിൽ തന്നെ അവരുടെ അറിവും കഴിവും ഒക്കെ നമുക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ ഡിഫൈൻഡ് ഓണർഷിപ്പ് എന്താ? ഓരോരുത്തർക്കും നമുക്കറിയാം ഹോസ്പിറ്റലിലെ ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള റെസ്പോൺസിബിലിറ്റിയും കാര്യങ്ങളും അതിന്റെ ഉത്തരവാദിത്തങ്ങളും അവരിലേക്ക് നമ്മൾ കൊടുക്കുകയാണ് അല്ലെ? And accountability of all the staff that include medical and paramedical staff. മെഡിക്കൽ പരമായിട്ടുള്ളതായിക്കോട്ടെ പാരാമെഡിക്കൽ സ്റ്റാഫുകളായിക്കോട്ടെ അവർക്ക് എല്ലാവർക്കും കൃത്യമായി അവരുടെ റെസ്പോൺസിബിലിറ്റി എന്താണെന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കുന്നുണ്ട്. അവർക്ക് അതിനുള്ള ഒരു ഓണർഷിപ്പ് അല്ലെങ്കിൽ ആ ഒരു ഉടമസ്ഥാവകാശം അല്ലെങ്കിൽ അവർ ചെയ്യേണ്ടതായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി സ്വന്തമായിട്ട് ചെയ്ത് പൂർത്തിയാക്കേണ്ട കാര്യങ്ങളെ കുറിച്ചും വ്യക്തമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി നൽകുന്നുണ്ട്. അപ്പൊ അതിലൂടെയൊക്കെ അവരുടെ ആ ഒരു പ്രൊഫഷണൽ ഡെവലപ്മെന്റും നോളജും സ്കില്ലും ഒക്കെ വളരെ ചിട്ടയായ രീതിയിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാനും സാധിക്കുന്നുണ്ട്. ഇത് മൂന്നും സ്റ്റാഫുകൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ പ്രയോജനങ്ങളാണ്. അവർ വളരെ സംതൃപ്തരായിരിക്കും. നല്ലൊരു കണ്ടിന്യൂസ് ലേണിംഗിനുള്ള ഒരു അവസരം കിട്ടുന്നു. ഗുഡ് വർക്കിംഗ് എൻവയോൺമെന്റ് കിട്ടുന്നുണ്ട്. നല്ല ലീഡർഷിപ്പ് കിട്ടുന്നുണ്ട്. അതുപോലെ അവരുടെ കേപ്പബിലിറ്റീസും സ്കിൽസും പ്രൊഫഷണൽ ആയിട്ടുള്ള ഡെവലപ്മെന്റും നോളജും സ്കില്ലും ഒക്കെ കണ്ടിന്യൂസ് ആയിട്ടുള്ള സിസ്റ്റമാറ്റിക് വേയിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഉയർത്തി കൊണ്ടുവരാനായിട്ട് സാധിക്കും. വായിച്ചു നോക്കിയ ബെനിഫിറ്റ്സ് ഫോർ സ്റ്റാഫ്. വായിച്ചു. ഓക്കെ, ക്ലിയർ ക്ലിയർ അല്ലേ? ഫോളോ ചെയ്യാൻ പറ്റുന്നില്ലേ? ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? ഓക്കെ, ശരി. നെക്സ്റ്റ് നമ്മള് അക്രഡിറ്റേഷൻ ബോഡീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് കടക്കാണ് കേട്ടോ. അക്രഡിറ്റേഷൻ നമ്മൾ കുറേയധികം കാര്യങ്ങൾ പറഞ്ഞു, അതിന്റെ ബെനിഫിറ്റ്സ് കാര്യങ്ങൾ പറഞ്ഞു. ഇനി നമ്മൾ അക്രഡിറ്റേഷൻ ബോഡീസുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളിലേക്കാണ് കടക്കുന്നത്. അപ്പൊ അതില് പ്രധാനമായിട്ടും ഒരു 3-4 പേരുകൾ നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിലെല്ലാം ഒന്നും നമുക്ക് പഠിക്കാനില്ല, ജസ്റ്റ് അതൊന്ന് മെൻഷൻ ചെയ്ത് പോയിട്ടേ ഉള്ളൂ. അതിൽ നാബിനെ കുറിച്ചാണ് നമ്മൾ വ്യക്തമായിട്ട് കുറച്ചധികം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത് കേട്ടോ. നാബും JC നിങ്ങൾക്ക് വരുന്നുണ്ട്. പക്ഷെ എന്നാലും ഓൾറെഡി കുറെ അധികം JC കുറിച്ചും ഒരുപാടൊന്നും വരുന്നില്ല. ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്ററിലും JCയും നാബും ഈ രണ്ടെണ്ണത്തെ കുറിച്ചാണ് സാധാരണയായിട്ട് നമുക്ക് പഠിക്കാനുള്ളതും ഡീറ്റെയിൽ ആയിട്ട് കൂടുതൽ കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതും. ബാക്കിയുള്ളതിന്റെ പേരുകളൊക്കെ ജസ്റ്റ് നിങ്ങൾ അതിന്റെ എക്സ്പാൻഡഡ് ഫോമും കാര്യങ്ങളും ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. എന്താണ്, എന്തിനു വേണ്ടി, അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കാറ്. അപ്പോ ഫസ്റ്റ് വൺ നമുക്കറിയാം നാബ്. നാബിന്റെ എക്സ്പാൻഡഡ് ഫോം ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ഹോസ്പിറ്റൽസ് ആൻഡ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് കേട്ടോ. നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ഹോസ്പിറ്റൽസ് ആൻഡ്
ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ്. അപ്പൊ അതിന്റെയൊക്കെ എക്സ്പാൻഡ് ഫോമുകൾ ഒന്ന് നോക്കി വെക്കണേ. ഇതിൽ നിന്ന് എക്സ്പാൻഡഡ് ഫോമുകൾ ചോദിക്കാറുള്ളതാണ്. ഓക്കെ, നാബ് NABL നാബ് ചോദിക്കുക, എപ്പോഴും നാബ് ചോദിക്കാറുണ്ട് കേട്ടോ. ഈ ചാപ്റ്ററിന്നോ അല്ലെങ്കിൽ ക്വാളിറ്റി മാനേജ്മെന്റിൽ നിന്നൊക്കെ പതിവായിട്ട് വരാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നാബിന്റെ എക്സ്പാൻഡ് ഫോം. അടുത്തതാണ് NABL. എന്തായിരിക്കും NABL എന്നതിന്റെ ആ ഒരു എക്സ്പാൻഡ് ഫോം? എന്തായിരിക്കും? നാഷണൽ, അറിയാത്തവരുണ്ടെങ്കിൽ എഴുതി വെക്കുക കേട്ടോ. നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ, നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ടെസ്റ്റിംഗ് ആൻഡ് കാലിബ്രേഷൻ ലബോറട്ടറീസ്. നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ, നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ടെസ്റ്റിംഗ് ആൻഡ് കാലിബ്രേഷൻ ലബോറട്ടറീസ്. ടെസ്റ്റിംഗ് ആൻഡ് കാലിബ്രേഷൻ ലബോറട്ടറീസ്. ലബോറട്ടറീസുമായി ബന്ധപ്പെട്ട ടെസ്റ്റുകളും, അതെ, ടെസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്ന, അതുമായി ബന്ധപ്പെട്ട അസസ്മെന്റുകളും കാര്യങ്ങളും ചെയ്ത് ഇതുപോലെയുള്ള അക്രഡിറ്റേഷൻ നൽകുന്ന ഒരു ബോഡിയാണ്, എന്ത് അക്രഡിറ്റേഷൻ ബോഡിയാണ് NABL എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ആ ഒരു എല്ല് കാണുമ്പോ തന്നെ നിങ്ങൾക്ക് എഴുതിയ ലബോറട്ടറി ആണെന്ന് എന്ന് ഓർത്ത് വെക്കുക കേട്ടോ. അങ്ങനെയുള്ള എളുപ്പത്തിലുള്ള കാര്യങ്ങളാണ്, ലബോറട്ടറീസിന്റെ ആണെന്നുള്ളത് ഒന്ന് ഓർത്ത് വെക്കുക. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ക്ലൂ ഇട്ട് പഠിച്ചു കഴിഞ്ഞാൽ മറന്നൊന്നും പോവില്ല കേട്ടോ. അടുത്തത് ACHSI, അതായത് ഓസ്ട്രേലിയൻ കൗൺസിൽ ഓൺ ഹെൽത്ത് കെയർ സ്റ്റാൻഡേർഡ്സ് ഇന്റർനാഷണൽ. ഇതൊക്കെ അക്രഡിറ്റേഷൻ ബോഡീസ് ആണ് കേട്ടോ. പല പല സ്ഥാപനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അക്രഡിറ്റേഷൻ നൽകുന്ന സ്ഥാപനങ്ങളാണ്. ഓസ്ട്രേലിയൻ കൗൺസിൽ ഓൺ ഹെൽത്ത് കെയർ സ്റ്റാൻഡേർഡ്സ് ഇന്റർനാഷണൽ. അടുത്തത് JCI, ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ. JCIയുടെ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ഇതിനെ പറ്റി പഠിക്കാനുണ്ട്. JCI ഉണ്ടാവും. JCIയുടെ എക്സ്പാൻഡ് ഫോം പതിവായി ചോദിച്ചു കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേക്കണേ. JCIയെ കുറിച്ച് നമ്മൾ കുറച്ച് ഭാഗം ഇവിടെ പറയുന്നുണ്ട്, ബാക്കി ഡീറ്റെയിൽ ആയിട്ടൊന്നും ഇവിടെ നമ്മൾ അധികം ഡിസ്കസ് ചെയ്യുന്നില്ല. JCI എന്ന് പറയുന്നത് ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ that works to enhance patient safety and quality of health care in the international community by promising education, publications, advisory services and international accreditation and certification. അപ്പോൾ ഒരു JCI ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ എന്ന് പറയുന്നത് വർക്ക് ടു എൻഹാൻസ് പേഷ്യൻസിന്റെ സുരക്ഷ ഉറപ്പുവരുത്തുക, അതുപോലെ തന്നെ ക്വാളിറ്റി ഓഫ് ഹെൽത്ത് കെയർ ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി, ഒരു അന്താരാഷ്ട്ര നിലവാരത്തില്, ഒരു അന്താരാഷ്ട്ര കമ്മ്യൂണിറ്റിയില്, ഒരു ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയില് ആ ഒരു ക്വാളിറ്റി ഓഫ് ഹെൽത്ത് കെയർ, ആരോഗ്യ പരിചരണത്തിന്റെ ഗുണനിലവാരവും അതുപോലെ പേഷ്യൻസിന്റെ സേഫ്റ്റിയും ഒക്കെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ. അപ്പൊ അതൊരു ഇന്റർനാഷണൽ അക്രഡിറ്റേഷൻ ബോഡിയാണ് കേട്ടോ. നാബിന്റെ പോലെയല്ല, ഇന്റർനാഷണൽ അക്രഡിറ്റേഷൻ ബോഡിയാണ്. ബൈ പ്രോമിസിംഗ് എഡ്യൂക്കേഷൻ, ഇതിലൂടെ എഡ്യൂക്കേഷൻസ് നൽകുന്നുണ്ട്, പബ്ലിക്കേഷൻസ് കൊടുക്കുന്നുണ്ട്, അഡ്വൈസറി സർവീസുകൾ നൽകുന്നുണ്ട്, ഇന്റർനാഷണൽ അക്രഡിറ്റേഷൻ ആൻഡ് സർട്ടിഫിക്കേഷനും JCIയിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. JCI എന്ന് പറയുന്ന ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ അക്രഡിറ്റേഷൻ ബോഡി പേഷ്യൻസിന്റെ സേഫ്റ്റിയും അതുപോലെ ഹെൽത്ത് കെയർ അല്ലെങ്കിൽ ആരോഗ്യ പരിചരണവുമായി ബന്ധപ്പെട്ട ക്വാളിറ്റിയൊക്കെ ഒരു ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയിൽ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്നു. അതിലൂടെ അവർ പ്രോമിസിംഗ് എഡ്യൂക്കേഷൻ നൽകുന്നുണ്ട്, പബ്ലിക്കേഷൻസ് കൊടുക്കുന്നുണ്ട്, അഡ്വൈസറി സർവീസുകൾ കൊടുക്കുന്നുണ്ട്, അതുപോലെ ഇന്റർനാഷണൽ ലെവലിലുള്ള അക്രഡിറ്റേഷനും സർട്ടിഫിക്കേഷനും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. Then JCI is the world's largest healthcare accreditor. ഒരു വേൾഡിലെ ലാർജസ്റ്റ് എന്താണ് ഹെൽത്ത് കെയർ അക്രഡിറ്റർ ആണ് JCI എന്ന് പറയുന്നത്. Since 1994, each hospital that has tried JCI's gold seal of approval has done so as part of a constant performance improvement journey. അപ്പൊ ഒരു 1994 മിക്ക ഹോസ്പിറ്റലുകളും JCIയുടെ ഗോൾഡ് സീൽ ഓഫ് അപ്രൂവൽ കിട്ടാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കാൻ തുടങ്ങി. ആൻഡ് ഹാസ് ഡൺ ആസ് എ പാർട്ട് ഓഫ് എ കോൺസ്റ്റന്റ് പെർഫോമൻസ് ഇംപ്രൂവ്മെന്റ് ജേർണി. ഒരു തുടർച്ചയായിട്ടുള്ള പെർഫോമൻസ് മെച്ചപ്പെടുത്തുന്ന ആ ഒരു യാത്രയിലൂടെ അല്ലെങ്കിൽ ആ ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ഇംപ്രൂവ്മെന്റ് ജേർണിയിലൂടെ ഈ ഒരു JCIയുടെ ഗോൾഡ് സീൽ ഓഫ് അപ്രൂവൽ കിട്ടുന്നതിന് വേണ്ടി പല ഹോസ്പിറ്റലുകളും എന്ത് ചെയ്യാൻ തുടങ്ങി, പരിശ്രമിക്കാനും ആ ഒരു അപ്രൂവൽ നേടിയെടുക്കാനും 1994 കൂടി ആരംഭിക്കുകയുണ്ടായി. വേൾഡിലെ ഏറ്റവും ലാർജസ്റ്റ് ഹെൽത്ത് കെയർ ഒരു അക്രഡിറ്റർ ആണ് JCI എന്ന് പറയുന്നത്.
അപ്പൊ അത് ആ ഒരു 4 വേഗം ഒന്ന് വായിച്ചു നോക്കി. അതിനുശേഷം നമ്മൾ നാബിലേക്കുള്ള പ്രധാനപ്പെട്ട നാബുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് കടക്കാം. എക്സ്പാൻഡഡ് ഫോംസ് നോക്കണേ. വായിച്ചു. അതിന്റെ എക്സ്പാൻഡഡ് ഫോം നോക്കി വെക്കണം കേട്ടോ, നിർബന്ധമാണ്, ചോദിക്കാറുള്ള ഭാഗമാണ്. ഓക്കെ, ശരി. അപ്പൊ നമ്മൾ ഇനി പ്രധാനമായിട്ടും നാബുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇനി കുറച്ചധികം നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ നാബ് എന്താണ്? നാബിന്റെ എക്സ്പാൻഡഡ് ഫോം എന്താ? ഇപ്പൊ തന്നെ ഒന്ന് പഠിച്ചു പോയേ നാബിന്റെ എക്സ്പാൻഡഡ് ഫോം. പറഞ്ഞില്ലേ നമ്മള്? ഇപ്പൊ പറഞ്ഞില്ലേ ഉള്ളൂ. ഇതാണ് നാബിന്റെ എക്സ്പാൻഡഡ് ഫോം. നാഷണൽ, ബാക്കി പറയും. ടൈപ്പ് ചെയ്യുവാണോ? അതാണോ സമയം എടുക്കുന്നേ? നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ഹോസ്പിറ്റൽ ആൻഡ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് അല്ലെ? ഓക്കെ, ശരി. അപ്പൊ അത് നോട്ട് ചെയ്യാം. അതുപോലെ ഇനി നമ്മുടെ നാബുമായി ബന്ധപ്പെട്ട കുറച്ച് ഇമ്പോർട്ടന്റ് കാര്യങ്ങളാണ് കേട്ടോ പറയുന്നത്. ഫസ്റ്റ് പോയിന്റ്, the NAB standards are modernized every 4 years and now the hospital put into its effective 5th edition standard April 2020. അപ്പൊ ഇവിടെ നമ്മൾ ഇത്ര മാത്രമേ പറയുന്നുള്ളൂ. ജസ്റ്റ് നിങ്ങൾ അതൊന്ന് മനസ്സിലാക്കി പഠിച്ചു വെച്ചാൽ മതി. നാബിന് നമ്മൾ ഓൾറെഡി പറഞ്ഞു, നാബ് സ്റ്റാൻഡേർഡുകൾ തയ്യാറാക്കും. പറഞ്ഞില്ലേ? ഹോസ്പിറ്റലിന്റെ അക്രഡിറ്റേഷനുമായി ബന്ധപ്പെട്ട് നാബ് സ്റ്റാൻഡേർഡ്സ് തയ്യാറാക്കുമെന്ന് പറഞ്ഞു. അപ്പൊ ഓരോ പ്രാവശ്യവും നാബ് സ്റ്റാൻഡേർഡ് തയ്യാറാക്കുമ്പോൾ 4 വർഷത്തേക്ക് വേണ്ടിയിട്ടുള്ള സ്റ്റാൻഡേർഡ് തയ്യാറാക്കാം. മനസ്സിലാവുന്നുണ്ടോ? ഒരു വർഷം, ഇപ്പൊ ഈ ഒരു വർഷം ഒരു നാബ് ഒരു സ്റ്റാൻഡേർഡ് തയ്യാറാക്കി എന്ന് വിചാരിക്കാം. ഹോസ്പിറ്റലിൽ ഹെൽത്ത് കെയർ സ്ഥാപനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് തയ്യാറാക്കി കഴിഞ്ഞാൽ അത് പുതുക്കുന്നത് അടുത്ത 4ാമത്തെ വർഷമാകുമ്പോഴാണ്. മനസ്സിലായോ? എവറി 4 ഇയേഴ്സ്, ഓരോ 4 വർഷം കൂടുമ്പോഴുമാണ് നാബിന്റെ മാനദണ്ഡങ്ങൾ അവർ നവീകരിക്കുന്നത്. ക്ലിയർ ആണോ? അത് നാബിന്റെ ഇപ്പൊ ഇവിടെ കൺഫ്യൂഷൻ വരേണ്ട കാര്യമില്ല. നാബിന്റെ മാനദണ്ഡങ്ങൾ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ്സ് ആണ് കേട്ടോ ഓരോ 4 വർഷം കൂടുമ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നത്? മോഡേണൈസ് ചെയ്യുന്നത്. അത് ക്ലിയർ ആയോ? നമ്മുടെ ലൈസൻസ് ഒക്കെ പുതുക്കിയില്ലേ, അതുപോലെ തന്നെ ഇവര് കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് അത് എന്ത് ചെയ്യുന്നു? ഓരോ 4 വർഷം കൂടുമ്പോഴും എന്ത് ചെയ്യുന്നു? അത് റിവൈസ് ചെയ്യും. എന്ത് ചെയ്യും? അത് പുനഃക്രമീകരിക്കും. അല്ലെങ്കിൽ ചെറിയ ചെറിയ അറേഞ്ച്മെന്റ്സോ കാര്യങ്ങളോ വ്യത്യാസങ്ങളോ ഒക്കെ വരുത്തിയിട്ട് പിന്നെ അടുത്ത സെക്ഷൻ അല്ലെങ്കിൽ അടുത്ത എഡിഷൻ പബ്ലിഷ് ചെയ്യാണ് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നിലവില് ഇവിടെ പറഞ്ഞിരിക്കുന്നത് 5th എഡിഷൻ ആണ് നിലവില് പ്രാവർത്തികമാക്കിയിട്ടുള്ളതെന്നാണ്. അത് ഏപ്രിൽ 2020 വന്നിരിക്കുന്നത്. ഇപ്പോ 5th എഡിഷൻ ആയിരിക്കും. അപ്പോ ആയിരിക്കും 5th എഡിഷൻ ആയിരിക്കും. എത്രാമത്തെ എഡിഷൻ ആയിരിക്കും? ഇപ്പോ എത്രാമത്തെ എഡിഷൻ ആയിരിക്കും? 6th എഡിഷൻ ആണ് കേട്ടോ. ഇപ്പൊ നിലവിലെ 6th എഡിഷൻ ആണ്. അപ്പൊ അത് 2024 വരെ ആയിരുന്നു 5th എഡിഷൻ ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ 2025 ആയപ്പോ എന്ത് ചെയ്തു? ജനുവരിയില് എന്ത് ചെയ്തു? അടുത്ത 6th എഡിഷൻ സ്റ്റാൻഡേർഡ്സ് പബ്ലിഷ് ചെയ്തു. അപ്പൊ അവര് ഓരോ പ്രാവശ്യം ഇത് പുതുക്കി അല്ലെങ്കിൽ റിവൈസ് ചെയ്യുമ്പോ എന്ത് ചെയ്യുന്നു? അത് പബ്ലിഷ് ചെയ്യും. മനസ്സിലായോ? അടുത്ത എഡിഷൻ ആയിട്ട് അത് പബ്ലിഷ് ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? ഒന്ന് മനസ്സിലാക്കി വെക്കണേ. ഇത് ഒരു കൺഫ്യൂഷൻ വരാവുന്ന കാര്യം എന്താന്ന് വെച്ചാല്, ഇപ്പൊ നിങ്ങൾ PG-ലേക്കൊക്കെ പോകുന്ന കുട്ടികളാണെങ്കിൽ അവിടെയും നമുക്കിത് വരുന്നുണ്ട്. അപ്പൊ കുട്ടികൾ ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഇവിടെ നിങ്ങൾ വ്യക്തമായിട്ട് ഇതിന് മനസ്സിലാക്കാതെയാ പോകുന്നത്. അവിടെ ചെല്ലുമ്പോ വന്നിട്ട് പറയും. അപ്പൊ അവിടെ നമ്മുടെ അക്രഡിറ്റേഷൻ
കിട്ടുന്നതിന്റെ വാലിഡിറ്റിയും ഈ പറയുന്ന നാബിന്റെ സ്റ്റാൻഡേർഡ്സിന്റെ ടൈമും വ്യത്യസ്തമാണ്. അത് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കിയിരിക്കണം കേട്ടോ. സ്റ്റാൻഡേർഡ്സ് എപ്പോഴും നാബിന്റെ സ്റ്റാൻഡേർഡ്സ് എത്ര വർഷം കൂടുമ്പോഴാണ് മോഡേണൈസ് ചെയ്യുക, റിവൈസ് ചെയ്യുന്നത്? എത്ര വർഷം കൂടുമ്പോഴാണ്? റിപ്ലൈ ഇല്ലാത്ത 4 വർഷം. അത് നമ്മൾ പഠിച്ചല്ലോ. 4 വർഷം കൂടുമ്പോ ഓരോ 4 വർഷം കൂടുമ്പോഴും അത് റിവൈസ് ചെയ്യും. അതിലൊരു മാറ്റവും ഇല്ല കേട്ടോ. അത് സ്റ്റാൻഡേർഡിന്റെ കാര്യമാണ് നമ്മൾ പറയുന്നത്, അല്ലെ? മാനദണ്ഡങ്ങളുടെ കാര്യമാണ്. അപ്പൊ ഇപ്പൊ 5ാമത്തെ എഡീഷൻ ആയിരുന്നെങ്കിൽ അടുത്ത 4 വർഷം കഴിയുമ്പോൾ അത് എത്രാമത്തെ എഡീഷൻ ആയിട്ട് പബ്ലിഷ് ചെയ്യും? മാറ്റങ്ങൾ വരുത്തി 6th എഡീഷൻ ആയിട്ട് അവർ പബ്ലിഷ് ചെയ്യും. മനസ്സിലായോ? അപ്പൊ അത് കഴിഞ്ഞുള്ള തുടർച്ചയായിട്ടുള്ള 4 വർഷം ആ സ്റ്റാൻഡേർഡ് ആയിരിക്കണം അവർ പാലിക്കേണ്ടത്, ആ സ്ഥാപനങ്ങള്. മനസ്സിലാവുന്നുണ്ടോ? അക്രഡിറ്റഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങളാണെങ്കിൽ ആ മാറ്റം വരുന്നതിനനുസരിച്ച് ആ സ്റ്റാൻഡേർഡ് ആയിരിക്കണം അവർ പാലിക്കേണ്ടത്. പക്ഷെ ചില കുട്ടികൾ ഇത് തെറ്റിദ്ധരിക്കും. അവർ വിചാരിക്കുന്നത് ഈ 4 വർഷം നാബിന്റെ അക്രഡിറ്റേഷൻ ആണ് കൊടുക്കുന്നതെന്നാണ് വിചാരിക്കുക. മനസ്സിലാവുന്നോ? നാബിന്റെ അക്രഡിറ്റേഷന്റെ വാലിഡിറ്റി അല്ലെങ്കിൽ ഡേറ്റ് അല്ല, അല്ലെങ്കിൽ വർഷമല്ല നമ്മൾ പറയുന്നേ. നാബിന്റെ സ്റ്റാൻഡേർഡിന്റെ വർഷമാണ് കേട്ടോ. അത് നിങ്ങൾക്ക് മാറിപ്പോവാതിരിക്കാൻ വേണ്ടി പ്രത്യേകമായിട്ട് മിസ് പിന്നെയും എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത്. നാബിന്റെ അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത് ചിലപ്പോ 4 വർഷം ആവാം, ചിലപ്പോ 3 വർഷം ആവാം, ചിലപ്പോ 1 വർഷം ആവാം. നമ്മുടെ ലൈസൻസ് ഒക്കെ എടുക്കുമ്പോൾ പല പല വർഷങ്ങൾക്ക് വേണ്ടി എടുത്തൂടെ? ഇപ്പൊ 2 വർഷത്തേക്ക് കിട്ടാറുണ്ട് ചില ലൈസൻസുകൾ, 3 വർഷത്തേക്ക് കിട്ടുന്ന ചില ലൈസൻസുകളുണ്ട്, 1 വർഷത്തേക്ക് കിട്ടുന്നവയുണ്ട്. അപ്പൊ അങ്ങനെ ചിലപ്പോ 10 വർഷത്തേക്ക് കിട്ടുന്നവയുണ്ട്. അപ്പൊ അങ്ങനെ അതിന് വ്യത്യാസം ഉണ്ടാവും. അപ്പൊ അതില് വ്യത്യാസം ഉണ്ടാവും. അക്രഡിറ്റേഷന്റെ ആ ഒരു വാലിഡിറ്റിക്ക് വ്യത്യാസം ഉണ്ടാവും. പക്ഷെ സ്റ്റാൻഡേർഡുകൾ എല്ലാ 4 വർഷം കൂടുമ്പോഴും റിവൈസ് ചെയ്യും അല്ലെങ്കിൽ മോഡേണൈസ് ചെയ്യും. അത് ക്ലിയർ ആയോ? ഇത് തമ്മിൽ കൺഫ്യൂഷൻ മാറിപ്പോകരുത് കേട്ടോ. അപ്പൊ അവിടേക്ക് വരുന്ന കുട്ടികളെ ചോദിക്കാം, അപ്പൊ എന്താണ് അപ്പൊ അങ്ങനെ 4 വർഷം കൂടുമ്പോഴാണോ അങ്ങനെയാണോ എന്നൊക്കെ ചോദിക്കാം. അത് അക്രഡിറ്റേഷന്റെ ഡേറ്റിൽ വ്യത്യാസമുണ്ട് കേട്ടോ. അക്രഡിറ്റേഷൻ കിട്ടുന്നില്ല. ഇപ്പൊ നെക്സ്റ്റ് ഇപ്പൊ ഈ വർഷമാണ് നമ്മൾ പുതുക്കുന്നതെങ്കിൽ നെക്സ്റ്റ് ഇയർ ആയിരിക്കും. ഇപ്പൊ 2024 ആയപ്പോഴാണ് 4 വർഷം പൂർത്തിയായെങ്കിൽ നെക്സ്റ്റ് ഇയർ ആവുമ്പോഴായിരിക്കും എന്ത് ചെയ്യുന്നത്? ഇത് പ്രാവർത്തികമാവുക, അല്ലെ? പുതിയ എഡീഷൻ പബ്ലിഷ് ആവുന്നത് നെക്സ്റ്റ് ഇയറിലാവുമ്പോഴായിരിക്കും. അപ്പൊ അങ്ങനെ ഓരോ 4 വർഷം കൂടുമ്പോഴും ഇത് പുതുക്കും, അടുത്ത വർഷം ഇത് പ്രാവർത്തികമാക്കും. അങ്ങനെയായിരിക്കും വരുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിയേ, ഇപ്പൊ ഇവിടെ ഓൾറെഡി 6th എഡീഷൻ ആണ് നമ്മുടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് നാബിന്റെ സ്റ്റാൻഡേർഡ്സിന്റെ കാര്യമാണ് ഇന്നത്തെ പറയുന്നത് പ്രത്യേകമായിട്ട്. അപ്പൊ അതൊന്നും നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കണേ. അടുത്തത് നാബ് സ്റ്റാൻഡേർഡ്സ് ഫോക്കസ് ഓൺ patient safety and quality of the delivery of services by the hospital in a changing healthcare environment. അപ്പൊ നാം എപ്പോഴും എന്തിനാണ് പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്നത്? പേഷ്യൻസിന്റെ സുരക്ഷ, രോഗികളുടെ സേഫ്റ്റി, അതുപോലെ തന്നെ ക്വാളിറ്റി ഓഫ് ദ ഡെലിവറി ഓഫ് സർവീസസ്, സർവീസ് കൊടുക്കുന്നതിന്റെ വിതരണത്തിന്റെ ആ ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ ഗുണനിലവാരത്തിലും പേഷ്യൻസിന്റെ സേഫ്റ്റി അല്ലെങ്കിൽ സുരക്ഷയിലുമാണ് നാം എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് അല്ലെങ്കിൽ കേന്ദ്രീകരിക്കുന്നത്. Then NAB is given by an autonomous body established by the Government of India known as Quality Council of India അല്ലെങ്കിൽ QCI, which is the standard making body in India. ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് ഇത് ചോദിക്കാറുണ്ട്. NAB എന്ന് പറയുന്നത് is an autonomous body, ഒരു സ്വയം ഭരണ സ്ഥാപനമാണ്. എന്തിനു കീഴിൽ വന്നതാണ്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ, QCI. അതിന്റെ എക്സ്പാൻഡ് ഫോം ചോദിക്കാറുണ്ട് കേട്ടോ. QCI അല്ലെങ്കിൽ ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ത്യയുടെ സ്റ്റാൻഡേർഡ് മേക്കിംഗ് ബോർഡാണ്, സ്റ്റാൻഡേർഡ്സ് രൂപീകരിക്കുന്ന ബോർഡാണ് ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ. ഈ ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ കീഴിൽ, നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കീഴിൽ ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ കീഴിൽ വന്നിട്ടുള്ള ഒരു ഓട്ടോണോമസ് ബോഡി അല്ലെങ്കിൽ ഒരു എന്താണ് സ്വയംഭരണ സ്ഥാപനമാണ് നാബ് എന്ന് പറയുന്നത്. അത് ചോദിക്കാറുണ്ട്. എന്തിനു കീഴിലാണ്? QCIയുടെ കീഴിലാണ് കേട്ടോ. ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ കീഴിലാണ് കേട്ടോ. It's an autonomous body established by the Government of India known as QCI, Quality Council of India. ഗവൺമെന്റിന്റെ ഇതാണ് ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ കീഴിൽ ഒരു ഓട്ടോണോമസ് ബോഡി ആയിട്ടാണ് എന്ത് നാബ് സ്ഥാപിതമായിട്ടുള്ളത്. ഓക്കെയാണ് ഇവിടെ വരെ? ക്ലിയർ ആണോ? ഓക്കെ, ശരി. ഇനി നാബ് മെയിൻലി ഡിവൈഡ്സ് ഹോസ്പിറ്റൽ ഇൻടു 2 മെയിൻ ഡിവിഷൻസ്. നാബ് ഹോസ്പിറ്റൽസിനെ പ്രധാനമായിട്ടും 2 മെയിൻ ഡിവിഷൻസ് ആയിട്ടാണ് തിരിക്കുന്നത്. ഒന്നാമത്തത് SHCO. എന്തായിരിക്കും SHCO? പഠിച്ചതല്ലേ നിങ്ങള്? HCO, SHCO പഠിച്ചില്ലേ? സ്മോൾ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസും ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസും. അപ്പൊ നാബ്
മൊത്തത്തിലുള്ള ഹോസ്പിറ്റല് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനനുസരിച്ചായിരിക്കും സ്റ്റാൻഡേർഡുകൾ ഉണ്ടാവുക കേട്ടോ. അപ്പൊ ഒരു സ്മോൾ SHCOയും HCOയും. SHCO എന്ന് പറഞ്ഞാൽ സ്മോൾ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ വിത്ത് ലെസ് ദാൻ 15 ബെഡ്സ്. 50 ബെഡിൽ താഴെയുള്ള ഹോസ്പിറ്റലുകളെയാണ് നമ്മൾ എന്തിൽ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്? സ്മോൾ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ SHCOയിൽ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. ഇനി 50 ബെഡിൽ കൂടുതലുള്ള ഹോസ്പിറ്റൽ ആണെങ്കിൽ അത് ഏതിൽ വരും? ഹെൽത്ത് കെയർ ഓർഗനൈസേഷനിൽ വരും, അല്ലെങ്കിൽ HCOയിൽ വരും. അത് ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പൊ ഇവിടെ ഒരു നാവ് എന്തിനു വേണ്ടിയിട്ടാണ് രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്താൽ? 50 ബെഡിൽ കൂടുതലുള്ള ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷന് വേണ്ടിയിട്ടുള്ള സ്റ്റാൻഡേർഡ്സ് മതിയോ? അല്ലെങ്കിൽ സ്മോൾ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ അത് ആപ്ലിക്കബിൾ ആണോ? ആണോ? അല്ല, അല്ലെ? അവ തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അപ്പൊ അതിനനുസരിച്ചുള്ള സ്റ്റാൻഡേർഡ്സ് ആയിരിക്കും അവർക്ക് നൽകുക. മനസ്സിലാവുന്നുണ്ടോ? സ്മോൾ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ ആണെങ്കിൽ അവർക്ക് അതിൻ്റെതായ സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ ആണെങ്കിൽ അവർക്ക് അതിൻ്റെതായ സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ 50 ബെഡിൽ കുറവാണെങ്കിൽ അത് സ്മോൾ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ എന്ന കാറ്റഗറിയിലായിരിക്കും ഉൾപ്പെടുത്തുക. അതേസമയം 50 ബെഡിൽ കൂടുതലാണെങ്കിൽ അവിടെ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ എന്ന ഒരു കാറ്റഗറിയിലായിരിക്കും ആ ഹോസ്പിറ്റലിനെ ഉൾപ്പെടുത്തുക. ക്ലിയർ അല്ലേ? ഇപ്പൊ SHCOനെയും HCOനെയും എക്സ്പാൻഡഡ് ഫോം ചോദിക്കാറുള്ളതാണ് കേട്ടോ. ഓക്കെ ആണോ? ശരി. Then NAV standards for hospital is arranged by the technical committee constituted by NAV that has esteemed persons from clinical, nursing and medical administration area. അപ്പൊ ഒരു നാവിന്റെ മാനദണ്ഡങ്ങൾ, ഒരു ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട നാവ് സ്റ്റാൻഡേർഡ്സ് ഇസ് അറേഞ്ച്ഡ് ബൈ ദ, നമ്മൾ അവരെ അറേഞ്ച് ചെയ്യുന്നത് എപ്പോഴും അതിന് വേണ്ടിയിട്ട് നമ്മുടെ നാവ് വ്യക്തമായിട്ടുള്ളൊരു ടെക്നിക്കൽ കമ്മിറ്റിയെ രൂപീകരിക്കും. ആ കമ്മിറ്റിയിലായിരിക്കും ഇപ്പൊ അസസ്മെന്റ് നടത്താൻ ഒരു കമ്മിറ്റി ഉണ്ടാവും, സ്റ്റാൻഡേർഡ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറേഞ്ച് ചെയ്യുന്നതിന് വേണ്ടി ഒരു കമ്മിറ്റി ഉണ്ടാവും. അതൊക്കെ നാവ് തന്നെ സെറ്റ് ചെയ്യുന്നതാ. അപ്പൊ നാവിൽ ഇതുപോലെ ഒരു ടെക്നിക്കൽ കമ്മിറ്റി ഉണ്ട്. എന്തിനു വേണ്ടിയിട്ടാ? സ്റ്റാൻഡേർഡ്സ് ഒക്കെ അറേഞ്ച് ചെയ്യാനായിട്ട്. 4 വർഷം കൂടുമ്പോൾ നമ്മുടെ സ്റ്റാൻഡേർഡ്സ് ഒക്കെ മോഡർണൈസ് ചെയ്യണ്ടേ? അപ്പൊ നിലവിലുള്ള അവിടുത്തെ കണ്ടീഷൻസും കാര്യങ്ങളും ഒക്കെ അനുസരിച്ച് സ്റ്റാൻഡേർഡ്സ് ഒക്കെ കൃത്യമായിട്ട് അറേഞ്ച് ചെയ്യാനും അത് മോഡർണൈസ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഒരു ടെക്നിക്കൽ കമ്മിറ്റി നാവ് തന്നെ രൂപീകരിച്ചിട്ടുണ്ടാവും. അതിൽ വളരെ ബഹുമാനപ്പെട്ട വ്യക്തികൾ ഉണ്ടാവും, അതായത് ക്ലിനിക്കൽ ഏരിയാസിൽ നിന്നുള്ള വ്യക്തികൾ അല്ലേ? അപ്പൊ സ്റ്റാൻഡേർഡ്സ് സെറ്റ് ചെയ്യുമ്പോൾ ആ മേഖലയുമായി ബന്ധപ്പെട്ട നല്ല എക്സ്പീരിയൻസ് ഉള്ള നല്ല നല്ല പ്രശസ്തരായ ആളുകൾ ഉൾപ്പെടുത്തേണ്ടേ ഇതില്? വേണ്ടേ? അതിനെ കുറിച്ച് കൂടുതൽ അറിവുള്ള ആളുകളെ ഉൾപ്പെടുത്തിയിട്ടല്ലേ കാര്യമുള്ളൂ. അല്ലാതെ വെറുതെ കുറച്ചു പേരെ ഉൾപ്പെടുത്തിയിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ അത്തരത്തില് നല്ല ക്ലിനിക്കൽ പരമായിട്ടുള്ള ഏരിയാസിൽ നിന്നുള്ള ബഹുമാനപ്പെട്ട വ്യക്തികൾ ഉണ്ടാവും. നേഴ്സിംഗ് ഏരിയാസുമായി ബന്ധപ്പെട്ട നല്ല അറിവുകളുള്ള യോഗ്യതകളുള്ള വ്യക്തികൾ ഉണ്ടാവും. മെഡിക്കൽ അഡ്മിനിസ്ട്രേഷൻ ഏരിയാസുമായി ബന്ധപ്പെട്ട അറിവുകളുള്ള വ്യക്തികളും ഈ ഒരു ടെക്നിക്കൽ കമ്മിറ്റി, നാവ് രൂപീകരിച്ചിട്ടുള്ള ആ ഒരു ടെക്നിക്കൽ കമ്മിറ്റിയിലെ സ്റ്റാൻഡേർഡ്സ് ഒക്കെ മോഡർണൈസ് ചെയ്യാനും രൂപീകരിക്കാനും ഉണ്ടായിരിക്കും. Then the accreditation standard consider the needs of various laws and regulation and guidelines laid down by the government from time to time. അപ്പൊ ഈ ഒരു അക്രഡിറ്റേഷനുമായി ബന്ധപ്പെട്ട മാനദണ്ഡങ്ങളിൽ നമ്മുടെ ഗവൺമെന്റ് പറയുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, പറഞ്ഞിരിക്കുന്ന ഹോസ്പിറ്റൽ പാലിക്കേണ്ടതോ അല്ലാത്തതോ ആയിട്ടുള്ള എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ, ലോസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് അതിനനുസരിച്ച് ഓരോ സമയത്ത് മാറ്റങ്ങൾ വരുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള തന്നെ രീതിയിലുള്ള സ്റ്റാൻഡേർഡ്സ് തന്നെയായിരിക്കും അക്രഡിറ്റേഷനിലും ഇവർ ഉൾപ്പെടുത്തുക. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അക്രഡിറ്റേഷനുമായി ബന്ധപ്പെട്ട റൂൾസോ റെഗുലേഷൻസോ ഒന്നും ഇവര് തെറ്റിക്കേണ്ടതായിട്ട് വരില്ല. അതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള, അതൊക്കെ പാലിക്കുന്ന രീതിയിൽ തന്നെയായിരിക്കും ഈ ഒരു അക്രഡിറ്റേഷനുമായി ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡ്സ് സെറ്റ് ചെയ്യുന്നത്. ഇത്രയും ഓക്കെയാണോ? ഇവിടെ വരുമെന്ന് വേഗം വായിച്ചു നോക്കിയേ. നെക്സ്റ്റ് ഭാഗം മിസ് അടുത്ത ക്ലാസ്സിൽ എഴുതാം, കാരണം അത് ഒരുമിച്ച് പറയേണ്ട കുറച്ച് കാര്യങ്ങളാണ്. അപ്പൊ അത് ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ യാതൊരു വിധ എഴുതി കിട്ടാൻ പോകില്ല. അത് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഒരുമിച്ച് എടുക്കാം. ഇവിടെ വരുമെന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം.
ഓക്കെ ശരി. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ ബാക്കി ഭാഗം കണ്ടിന്യൂ ചെയ്യാം. ഇവിടെ വരെ ഒന്ന് വായിച്ചിട്ട് വരാം കേട്ടോ. താങ്ക് യു.